AD 52 മലയാള മണ്ണിൽ സുവിശേഷം പകർന്ന ധീരരക്തസാക്ഷി മാർത്തോമാ ശ്ലീഹ. ഭാരതത്തിന്റെ അപ്പസ്തോലനായ ഈ ശ്ലീഹായുടെ പാദങ്ങൾ പതിഞ്ഞ മലയാറ്റൂർ മല, തീർത്ഥാടകരുടെ പരിഹാര യാത്രകൾ ചെന്നെത്തുന്ന വിശുദ്ധ സ്ഥലം, മാർത്തോമാ ശ്ലീഹായുടെ കാലടികളെ പിന്തുടരുന്ന സീറോ മലബാർ സഭയുടെ തീർത്ഥാടന കേന്ദ്രമായി മാറിയ ഈ മണ്ണിൽ സുവിശേഷത്തിന്റെ അഗ്നി പടർത്തുന്ന മറ്റൊരിടം. മലയുടെ അടിവാരത്ത് സ്വച്ഛസുന്ദരമായ തടാകത്തിന്റെ തീരത്ത് സ്ഥാപിക്കപ്പെട്ട ക്ലോയിസ്റ്റേർഡ് കോൺവെന്റ് മിണ്ടാമഠം. ലോകസുഖങ്ങളെ വെടിഞ്ഞ് സമ്പൂർണമായി പ്രാർത്ഥനയ്ക്കു വേണ്ടി ജീവിതം മാറ്റിവെച്ച സമൂഹം. മഠത്തിന്റെ ചുറ്റുമതിലിനുള്ളിൽ മാത്രം ജീവിച്ച് ദൈവസാന്നിധ്യത്തിന്റെ നിറവിൽ യേശുവിന്റെ മണവാട്ടികളായ സഹോദരിമാർ. പുറം ലോകത്തിന്റെ മായാവിലാസങ്ങളിൽ ജീവിതം തളച്ചിടാതെ ഏകാന്തതയിലും മൗനത്തിലും ദൈവത്തോടൊപ്പം സമയം ചിലവഴിക്കുന്ന അത്ഭുതകരമായ ജീവിതത്തിനുടമകൾ. തിരുസഭയുടെ വിശുദ്ധീകരണത്തിനും ദൈവജനത്തിന്റെ രക്ഷയ്ക്കും വേണ്ടി രാപകൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥനകൾ ഉണർത്തുന്നവർ. ലളിത ജീവിതവും നിശബ്ദതയും കഠിനാധ്വാനവും ജീവിത പ്രമാണങ്ങളാക്കി വിശുദ്ധിയുടെ തീരത്തെത്താൻ ശ്രമിക്കുന്ന ഇവരുടെ ജീവിതത്തെ മാർത്ത ആൻഡ് മേരി എന്ന പ്രോഗ്രാമിലൂടെ നമുക്ക് പരിചയപ്പെടാം. മാർത്ത ആൻഡ് മേരി എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സീറോ മലബാർ സഭയുടെ ആദ്യത്തെ മിണ്ടാമഠത്തിന്റെ തുടക്കക്കാരിയും മലയാറ്റൂർ മൗണ്ട് കാർമൽ ക്ലോയിസ്റ്റേർഡ് കോൺവെന്റ് മദർ പ്രേയറസുമായ സിസ്റ്റർ ജോൺസി മരിയ ഓഫ് ജീസസ് ക്രൂസിഫൈഡ് ആണ് ഇന്ന് നമ്മോട് കൂടെയുള്ളത്. സിസ്റ്റർക്ക് മാർത്ത ആൻഡ് മേരി പ്രോഗ്രാമിലേക്ക് സ്വാഗതം. താങ്ക് യു. മിണ്ടാമഠത്തിലേക്ക് വരാനുണ്ടായ സാഹചര്യം ഒന്ന് വിശദീകരിക്കാമോ? മിണ്ടാമഠത്തിലേക്ക് വരാനുള്ള സാഹചര്യം, ഇതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഹരമായിരുന്നു. ഇങ്ങനെയുള്ള ധ്യാനാത്മകമായ പ്രാർത്ഥന ഇതെൻ്റെ ഒരു വലിയൊരു ദാഹമായിരുന്നു. പക്ഷേ കുറേ നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഈ ചിന്തയൊക്കെ അങ്ങോട്ട് വിട്ടുപോകുന്നത് പോലെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ ഞാൻ തന്നെ എന്നെ സെറ്റപ്പാക്കിയിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ഇത്രയും പ്രായമൊക്കെ ആയില്ല, ഇനിയിപ്പം അതിനുള്ള ഇനീഷ്യേറ്റീവ് എടുക്കാനൊന്നും എനിക്ക് ശക്തിയില്ല. അപ്പം അങ്ങനെ ഞാനിങ്ങനെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് കൊച്ചുറസി പുണ്യതര സെൻറ്റിനറി വന്നു. അപ്പോൾ അവിടെ ഒരു എക്സിബിഷൻ നടത്താനായിട്ടുള്ളൊരു പ്ലാനൊക്കെ ഉണ്ടായി. അപ്പോൾ ഞങ്ങളുടെ ഹൗസിൻ്റെ പേരും പുഷ്പാഞ്ജലി എന്നായിരുന്നു ഹൗസിൻ്റെ പേരും, പ്രോവിൻസിൻ്റെ പേരും പുഷ്പാരാമ. അപ്പോൾ അവിടെ കൊച്ചുറസിയോടുള്ള ഒരു ഇത് കാണിക്കാൻ വേണ്ടി ഞങ്ങളൊരു നല്ല എക്സിബിഷൻ, ആദ്യം ചിലവൊന്നും ഇല്ലാത്ത വിധത്തിൽ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ വെച്ച് ഒരു 52 പ്ലോട്ടുകളായിട്ട് ഉണ്ടാക്കി നല്ല മനോഹരം. കൊച്ചുറസ്യയുടെ ആദ്യത്തെ പടിയായിട്ട് തൊട്ടാവാടിയെ കൊണ്ടുവന്ന് വെച്ചു, ഒരു തൊട്ടാവാടി. ഈ തൊട്ടാവാടിയാണ് പിന്നീട് ഡോക്ടർ ഓഫ് ദ ചർച്ചായിട്ട് വരുന്ന അത്രയും പ്രോസസ്സ് അതിനകത്ത് കാണിച്ചു തരുന്നു, കൊച്ചു കൊച്ചു ക്യാപ്ഷനൊക്കെ കൊടുത്ത്. അത് വളരെ മനോഹരമായിരുന്നു, എനിക്കും വളരെ സന്തോഷമായിട്ട്. അപ്പോൾ അതൊരു സൈനായിട്ട് ഞാൻ എടുത്തായിരുന്നു. ഈ എക്സിബിഷൻ ഏറ്റവും നന്നായിട്ട് ഭംഗിയായിട്ട് എല്ലാവർക്കും ഉപകാരപ്രദമാകുകയാണെങ്കിൽ അത് അതിൻ്റെ ഒരു അടയാളമാണ്. ദൈവം എന്നെ അങ്ങോട്ട്. അപ്പോൾ ഞാൻ ഈ കൊച്ചുറസി പുണ്യതോട് ഇതിനു വേണ്ടി എപ്പോഴും ആലോചിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഈ എക്സിബിഷൻ അങ്ങ് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഉള്ളിൽ ഒരു എന്തോ പതിവില്ലാത്ത മാതിരിയുള്ള ചിന്തകൾ ഇങ്ങനെ ചെയ്യാനായിട്ടും മിഷനിലെ ഈ പിന്നെന്താണ് ഒരു ക്ലോയിസ്റ്റേർഡ് കോൺവെൻറ്റിലേക്ക് പോകാനുള്ള ചിന്തകൾ, ഒരു എഴുത്തെഴുതാനും. അപ്പോൾ എൻ്റെ അധികാരികൾ ഇതിനൊരു സ്റ്റെപ്പ് ഇതുവരെയായിട്ട് നിത്യവ്രതം കഴിഞ്ഞിട്ട് എന്നോട് ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അതിനുശേഷം ആ ഒരു ഇനീഷ്യേറ്റീവ് അവരൊന്നും എടുക്കുന്നില്ല, എനിക്കും എടുക്കാനായിട്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് എൻ്റെ ഒരു നോവിസ് പോയി. അപ്പോൾ അത് പോണ നേരത്തെ എന്നോട് പറഞ്ഞു, ഞാൻ സിസ്റ്ററിനെയും മിണ്ടാമഠത്തിലേക്ക് കൊണ്ടുവരുന്നു പറഞ്ഞാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അപ്പം അന്നൊന്നും എനിക്ക് ഒരു വിചാരം പോലും ഇല്ല ഞാൻ ഇങ്ങനെ പോകുന്നൊക്കെ ഉള്ളതേ. അപ്പോൾ എന്നോട് ഇവർ ചോദിക്കുമ്പോൾ ഞാൻ പറയും നിത്യവ്രതം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള തീരുമാനമൊക്കെ എടുക്കാവുന്ന അവരോട് ഞാൻ പറയാറുണ്ട്. പക്ഷേ ഈ കൊച്ച് പ്രത്യേകമായിട്ട് അതൊന്നും ശ്രദ്ധിക്കാതെ അത് തീരുമാനം എടുത്തത്. അങ്ങനെ നാട്ടിൽ വന്ന് ജനറാളമ്മയോടൊക്കെ പറഞ്ഞ് അങ്ങനെ അതിലേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും നല്ല ധൈര്യത്തോടു കൂടി. അപ്പോൾ അതെനിക്കൊരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. കാരണം ആ കൊച്ചിനൊക്കെ എന്തൊരു ധൈര്യമുണ്ട്, എനിക്ക് മാത്രം ഇത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിക്കുന്നു. പിന്നെയും ഒരു 4-5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ തീരുമാനത്തിലേക്ക് പിന്നെ വരുന്നത്. അപ്പോൾ ഇത് ഈ കൊച്ചും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നിരിക്കാം, അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു. അന്ന് അത് പറഞ്ഞപ്പോൾ ഞാൻ അതിനൊരു വിലയും കൊടുത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ജോൺ പോൾ ദ മാർപ്പാപ്പയെ എനിക്ക് നല്ല പരിചയമാണ്. ഞാൻ എല്ലാ കൊല്ലവും എഴുത്തെഴുതുമായിരുന്നു. ഓഫീസസിൻ്റെ വ്രതവാഗ്ദാനത്തിൻ്റെ സമയത്ത് അവരെ കൊണ്ട് എഴുതിപ്പിച്ച് ഞങ്ങളുടെ സൈനൊക്കെ കൊടുത്തിട്ട് മാർപ്പാപ്പയ്ക്ക് ഇങ്ങനെ എഴുതുമായിരുന്നു.
വി ആർ ഓൾവേസ് വിത്ത് യു ഹോളി ഫാദർ, വി സപ്പോർട്ട് യു ഫോർ ദ ചേർച്ച് എന്ന് പറയുമ്പോൾ മാർപ്പാപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് മാർപ്പാപ്പ മറുപടി അയക്കുകയും ചെയ്യാറുണ്ട് ഓരോ പ്രാവശ്യവും. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് എനിക്ക് മാർപ്പാപ്പയോട് വലിയൊരു സ്നേഹമാണ്. അപ്പോൾ ഞാൻ അവിടുന്ന് കൊച്ചുറസ് പുണ്യത് ചെയ്ത പോലെയൊന്നും അങ്ങ് ചെയ്ത് നോക്കാം. മാർപ്പാപ്പയ്ക്ക് എനിക്ക് ഒരു എഴുത്ത് അങ്ങോട്ട് ഇങ്ങനെയൊന്ന് ചെയ്തിട്ട് എൻ്റെ ഈ ആഗ്രഹമൊക്കെ പറയാം. എൻ്റെ ഉള്ളിൽ ഒത്തിരി ആഗ്രഹമുണ്ടെന്നാണ്. അങ്ങനെ എനിക്കൊരു എഴുത്തെഴുതാനുള്ളൊരു ശക്തി കിട്ടുന്നത് തന്നെ ഈ കൊച്ചുറസയുടെ ആ സെൻറ്റിനറി എക്സിബിഷൻ നടത്തിയതിൻ്റെ വെളിച്ചത്തിലാണ്. അങ്ങനെ ഞാൻ എഴുത്തെഴുതി. അങ്ങനെ പിന്നെ അപ്പോഴാണ് മനസ്സിലായത് വർക്കി വിധേയത്തിൽ പിതാവിനെ അറിയിക്കണം. കാരണം ലാറ്റിൻ സഭയിൽ മാത്രമേ മിണ്ടാമടമുള്ളൂ എന്നുള്ളതൊക്കെ അപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് തന്നെ. അതുവരെ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഇവർക്കൊക്കെ എഴുത്തെഴുതി. ഗ്രാജുവലി എല്ലാവരുടെയും കയ്യിൽ നിന്ന് മറുപടിയൊക്കെ വന്നപ്പോൾ എനിക്കിത് മനസ്സിലായി. പിന്നെ ഞാനിത് എങ്ങനെ അധികാരികളിതൊന്ന് വിശദീകരണം കൊടുക്കണം, ഇങ്ങനെ എൻ്റെ ഈ ആഗ്രഹം. അപ്പോൾ എന്നോട് പറയുമായിരുന്നു, എക്ലീസിയാസ്റ്റിക്കൽ അതോറിറ്റി വഴി നിനക്കിതിനൊരു ഉത്തരം ദൈവം തരുന്ന എന്നോട് എപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പറയുമായിരുന്നു. മാർപ്പാപ്പയുടെ എഴുത്തുകളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കുള്ള എഴുത്തുകളും ഞാൻ ചേരേണ്ട കോൺവെൻറ്റിൻ്റെ അത് ഞാൻ ഡയറക്ടറിയിൽ നിന്ന് തപ്പിയെടുത്ത് അതിൻ്റെ അഡ്രസ്സൊക്കെ കണ്ടുപിടിച്ച് അവർക്ക് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ മറുപടിയും വന്ന് ആ സമയത്താണ് ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ ചാപ്റ്റർ നടക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഈ നോവിസസിൻ്റെ ചാർജായിട്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് അവിടെ നിന്നും പെട്ടെന്ന് ഈ കാര്യങ്ങളിലേക്ക് നടക്കാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് ദൈവത്തിൻ്റെ ഹിതം അതിലൂടെ ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഞാൻ ചാപ്റ്ററിലേക്ക് ഞാൻ ചെന്നപ്പോൾ ഞാനിങ്ങനെ പഴയ പ്രൊവിൻഷ്യാളമോട് ഞാനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് 6 കൊല്ലമായി, ദയവായിട്ട് ഒരവസരം തരണം, കുറച്ച് നാളത്തേക്കൊന്ന് സ്വസ്ഥമാകാൻ, ഇതിൽ നിന്നൊന്ന് മാറാനായിട്ടുള്ളൊരവസരം എനിക്ക് തരണം. അപ്പോൾ അമ്മ പറഞ്ഞു, പെണ്ണ് ചാപ്റ്ററിൽ വെച്ച് ഞാനിങ്ങനെ നോവിസസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തിലെങ്കിലും എന്നെ എങ്ങാനും എടുത്തിട്ടാൽ പിന്നെ എൻ്റെ കാര്യങ്ങൾ മൊത്തം പോകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനും അത് ദൈവത്തിൻ്റെ ഹിതമായിട്ട് ഞാൻ അവരോട് ഞാൻ കരുണയുടെ കൊന്ത ഓരോ മണിക്കൂർ ഇടവിട്ട് ആ ചാപ്റ്ററിൻ്റെ ദിവസം പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു. അവർ ശരിക്കും അതുപോലെ തന്നെ ആ കൊച്ചുങ്ങളത് ചെയ്തു കേട്ടോ. അപ്പം ഞാനതങ്ങനെ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഒന്നിലേക്ക് ഞാൻ എടുക്കപ്പെട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ചാപ്റ്റർ കഴിഞ്ഞ് ആദ്യം തന്നെ ഞാനാണ് അമ്മയുടെ മുറിയിലേക്ക് ചെല്ലുന്നത്. എന്നെ അനുവദിക്കണം, ഇങ്ങനെ കുറേ നാളത്തേക്ക് പ്രാർത്ഥനയ്ക്കെന്ന് ഞാൻ പറഞ്ഞു. കാരണം എനിക്ക് അവരുടെ ജീവിതം ഇഷ്ടപ്പെടില്ല എന്നുള്ളതൊന്നും അറിയാൻ പാടില്ല ക്ലോസ്. അതുകൊണ്ട് ഒരു പ്രാർത്ഥനയുടെ ഒരു ബ്രേക്കായിട്ട് എനിക്ക് തരണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു സിസ്റ്റർ നാട്ടിൽ നിന്നും ചാപ്റ്ററിന് വന്നപ്പോൾ ആ സിസ്റ്ററിൻ്റെ ജോലികളൊക്കെ നാട്ടിൽ അവസാനിപ്പിച്ചിട്ട് മിഷനിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ സിസ്റ്ററിനെ ആക്കാനായിട്ട് എൻ്റെ മനസ്സിൽ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സിസ്റ്ററിൻ്റെ എല്ലാം പെട്ടിയൊക്കെ ആയിട്ടാണ് തിരിച്ച് നാട്ടിൽ മിഷനിലേക്ക് വന്നേക്കണം. അപ്പോൾ സിസ്റ്ററിനെ ആ സ്ഥാനത്തേക്ക് വയ്ക്കാമെന്ന് ഞാൻ മനസ്സിൽ കണ്ടു. അപ്പോൾ എൻ്റെ നോയിസസിനെ നമ്മൾ കഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ, അവരുടെ മിസ്ട്രസ് നഷ്ടപ്പെട്ടു പോകുന്നൊരു അനുഭവം ഉണ്ടാകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അവർക്ക് ഒരു മിസ്ട്രസിനെയൊക്കെ വെച്ച് അതിനൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തിട്ട് പോരാനായിരുന്നു ഞാൻ. അപ്പോൾ അതൊക്കെ ദൈവം ഭയങ്കര ഭംഗിയായിട്ട് അതങ്ങ് ചെയ്തു. അങ്ങനെ പ്രൊവിൻഷ്യാളമോട് ഞാൻ എൻ്റെ പഴയ പ്രൊവിൻഷ്യാളമേ ഞാനും കൂടിയാണ് പുതിയ പ്രൊവിൻഷ്യാളമയുടെ മുറിയിലേക്ക് ചെന്ന് ഈ വിവരങ്ങളെല്ലാം അറിയിച്ചു. അങ്ങനെ പിന്നെ അവർ എന്നാൽ അങ്ങനെ ആകട്ടെ എന്നുള്ളൊരു സമ്മതം തോന്നുന്നു. അങ്ങനെ ഞാൻ ആ പുതിയ സിസ്റ്ററിനെയും കൂട്ടിക്കൊണ്ടാണ് ഞാൻ തിരിച്ച് എൻ്റെ ഹൗസിലേക്ക് ചെല്ലണത് തന്നെ. കാരണം പിന്നെ ഇനി ഞാൻ പോയി കഴിഞ്ഞാൽ വേറെ ഉള്ള തീരുമാനം അധികാരികളെടുത്താൽ പിന്നെ അത് പറ്റിയല്ലോ. അപ്പോൾ അതുകൊണ്ട് സിസ്റ്ററിനെയും കൂട്ടിക്കൊണ്ട് തന്നെ ഞാൻ പോയി സിസ്റ്ററിനെ അതെല്ലാം ഏൽപ്പിച്ച് അങ്ങനെ പിന്നെ ജനുവരി 18-ാം തീയതി 16-ാം തീയതിയാണെന്ന് തോന്നുന്നു ഞാൻ 98 ഞാൻ അവിടെ നിന്നും വരികയാണ്. എല്ലാ കാര്യങ്ങളൊക്കെ സിസ്റ്ററിനെ ഏൽപ്പിച്ചുകൊണ്ട് തിരിച്ച്. അപ്പോൾ ഞാൻ ഈ പ്രൊവിൻഷ്യാളമ്മയ്ക്കും പിന്നെ ഈ ക്ലോയിസ്റ്ററിൽ ചേരാനായിട്ടുള്ള ആഗ്രഹം ഇതിൻ്റെ എഴുത്തുകൾ ഞാൻ എല്ലാവർക്കും എഴുതി വെച്ചിട്ടുണ്ട്. ജനറാളമ്മയ്ക്കുള്ള അവരുടെയൊക്കെ അനുവാദം കിട്ടണമല്ലോ. അങ്ങനെ ഞാൻ നാട്ടിൽ വന്നിട്ട് ഞാനത് പോസ്റ്റ് ചെയ്യാണ്. ആ പോസ്റ്റ് ചെയ്യണ സമയത്ത് എല്ലാവരുടെയും എഴുത്തുകൾ എല്ലാവർക്കും ഏകദേശം ഒരു സമയത്ത് കിട്ടത്തക്ക വിധത്തിൽ അതെല്ലാം ദൈവം പരിപാലിച്ചു. വർക്കി പിതാവിനുള്ള എഴുത്തും ഒക്കെ ഞാൻ അങ്ങനെയാണ്. പിതാവിനെ ഞാൻ നേരിട്ട് പോയി കാണുകയും ചെയ്തു. ജനറാളമ്മയ്ക്ക് എഴുത്ത് കിട്ടിയ ഉടനെ തന്നെ ജനറാളമ്മ എന്നെ വിളിപ്പിച്ചു. പഴയ പ്രൊവിൻഷ്യാളമ്മേൻ്റെ കൂടെ റെഫക്റ്റിലിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അമ്മയോടും പറഞ്ഞു നമുക്ക് 2 പേർക്കും കൂടെ പോകാം. അപ്പം ഞാൻ ആ അമ്മയോട് എല്ലാം ഞാൻ തുറന്നങ്ങ് പറഞ്ഞു. ഈ പഴയ പ്രൊവിൻഷ്യാളമ്മയോട് എല്ലാ വിവരങ്ങളും ഞാൻ തുറന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് ദൈവം എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്നുള്ളത്. അമ്മ തന്നെ എന്നെ ജനറാളമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോകണം കേട്ടോ. അങ്ങനെ അതും ഒരു സാക്ഷിയായിട്ട് തീരും. അമ്മ തന്നെ എൻ്റെ കൂടെ വന്ന് എന്നെ അതൊന്ന് നയിക്കണം എന്നെ അതിലേക്ക്. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ ജനറാളമ്മയെ കാണാനായിട്ട് തായ്ക്കാട്ടുകാരെ ചെന്നു. ജനറാളമ്മയ്ക്ക് ഞാൻ ജനറാളമ്മയുടെ എഴുത്തിനകത്ത് ഞാനിങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, അമ്മയ്ക്ക് ഞാൻ ഈ എഴുത്ത് കിട്ടിക്കഴിയുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമമാകും എനിക്കറിയാം. പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയൊരു ആഗ്രഹവും സാഫല്യവും അതെൻ്റെ ഉള്ളിൽ കിടന്ന് എന്നെ ഡിസ്റ്റർബ് ചെയ്യണം. അപ്പം അമ്മ അത് ദൈവതിരികിതമാണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ ആ എഴുത്തും കൊണ്ടുപോയി ചാപ്പലിലിരുന്ന് അമ്മ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ തന്നെ അമ്മയ്ക്ക്
ഇത് ശരിയാണെങ്കിൽ നല്ല ഉത്തരം തരും. അത് അമ്മ അങ്ങനെ തന്നെ അമ്മ ചെയ്തു എന്നും പറഞ്ഞ് എന്നോട് പറഞ്ഞു. ജോൺസി പറഞ്ഞ പോലെ തന്നെ ഞാൻ എഴുത്തും കൊണ്ടുപോയി ഞാൻ ചാപ്പലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തോന്നി ഇത് ദൈവഹിതമാണെന്ന് തന്നെ. സങ്കടപ്പെട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് തന്നെയാണ് അമ്മ അന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത്. ഇത് വളരെ വേദനാജനകമാണ് എനിക്ക്, പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ ഹിതം തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അത് കിട്ടി. പിന്നെ അങ്ങനെ അപ്പം അമ്മ അനുവാദം തന്നു. അങ്ങനെ അമ്മ എനിക്ക് റിട്ടേൺ ആയിട്ട് തന്നു. അങ്ങനെയാണ് ഞാൻ തീരുമാനത്തിലേക്ക് വരുന്നത്. പക്ഷേ ഒത്തിരി സഹനങ്ങൾ ആ നാളുകളിലുണ്ടായിരുന്നു. കാരണം പ്രൊവിൻഷ്യാളമ്മയൊക്കെ ഒത്തിരി വിഷമം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം പ്രോവിൻസിനൊരു നഷ്ടമാണെന്നും അങ്ങനെ ഭയങ്കര സങ്കടമായിരുന്നു അവർക്കൊക്കെ. ഞാൻ പറഞ്ഞു എനിക്കും ഭയങ്കര പ്രയാസമാണ് സഭ വിട്ടു പോകുന്നത്, പക്ഷേ ഇതെൻ്റെ ദൈവത്തിൻ്റെ ഒരു എന്നെ സംബന്ധിച്ചുള്ളൊരു പദ്ധതിയാണ്. ഞാൻ വർക്കി പിതാവിനിങ്ങനെ എഴുത്തെഴുതുന്ന സമയത്തൊക്കെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഈശോ ശരിക്കും ഉറപ്പാക്കി തന്നു. അതായത് AD 52 നമ്മുടെ സഭയുണ്ടായി, സീറോ മലബാർ സഭയുണ്ടായിട്ട് ഇത്രയും നാളായിട്ടും ഒരു ക്ലോയിസ്റ്റേഡ് കോൺവെൻറ്റ് ഇല്ലല്ലോ എന്നുള്ള കാര്യം ഞാൻ ആ സമയത്ത് എഴുത്തെഴുതുന്ന സമയത്ത് കർത്താവ് എന്നെ ഓർമ്മപ്പെടുത്തി തരണം. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കർത്താവ് തന്ന് ഓരോ സന്യാസ സഭയ്ക്കും അവരുടേതായിട്ടുള്ള ഒരു കോണ്ടംപ്ലേറ്റീവ് വിങ് ഉണ്ടെങ്കിൽ എത്ര നല്ലതായിരിക്കുന്നു. അതിൻ്റെ അഭാവമാണല്ലോ ഇതൊക്കെ. അപ്പം എനിക്കിപ്പോൾ ചേരണമെങ്കിൽ ഇനി പോകാൻ പറ്റുകയല്ലോ. ഒരു ലാറ്റിൻ സഭ മാറി റീത്ത് മാറിയൊക്കെ പോകേണ്ടി വരുന്നത് ഇല്ലാത്തത് കൊണ്ടാണല്ലോ എന്നുള്ളത് അന്ന് എനിക്ക് പിന്നീടാണ് ഞാൻ അതിൻ്റെ കാര്യം മനസ്സിലാക്കി. ദൈവം അതിനും കൂടിയാണല്ലോ. ഇപ്പോൾ ഈ മഠം ഉണ്ടായപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ദൈവത്തിന് എത്ര പദ്ധതിയുണ്ട് എന്നെ അവിടെ നിന്ന് നിർബന്ധമായിട്ട് ഇവിടെ കൊണ്ടുവരാനായിട്ട്. എൻ്റെ മനസ്സിൽ ഒട്ടും ആഗ്രഹമില്ലായിരുന്നു പിന്നീട് ഇങ്ങനെ ഇത്രയും ബുദ്ധിമുട്ടാണല്ലോ ഈ പിന്നെ മിണ്ടാമഠത്തിൽ അതിൻ്റെ അനുവാദമൊക്കെ കിട്ടണമെങ്കിൽ. അത് ഞാൻ ഇപ്പോൾ അതിൻ്റെ അർത്ഥം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതിന് വേണ്ടി ആയിരുന്നല്ലോ ദൈവം എന്നെ ഇങ്ങനെ ചെയ്തതെന്ന്. ദൈവത്തിൻ്റെ പരിപാലനയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1973 ഞങ്ങൾ ഒരേ ബാച്ചിൽ ഒരുമിച്ച് ചൊവ്വര നോഷിറ്റ് ഹൗസിൽ ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് വന്നപ്പോൾ അന്നാണ് ആദ്യമായിട്ട് സിസ്റ്റർ ജോൺസിയെ ഞാൻ പരിചയപ്പെടുന്നത്. പക്ഷെ അന്ന് മുതൽ ഞങ്ങൾക്കുള്ള ക്ലാസ്സുകളൊക്കെ വലിയ വലിയ മിസ്റ്റിക്കുകളായ വിശുദ്ധ അമ്മ ത്രേസ്യ, യോഹന്നാൻ ക്രൂസ് ഇവരുടെയൊക്കെ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഒരു പക്ഷേ ഞങ്ങളെക്കാൾ ഉപരി സിസ്റ്റർ അത് ഉൾക്കൊള്ളുകയും അതിൽ കൂടുതൽ ആവേശം കൊള്ളുകയും ചെയ്യുന്നതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. 24 വർഷം ഒരുമിച്ച് CMCയിലായിരുന്നിട്ട് ഞങ്ങളുടെ സിൽവർ ജൂബിലിയുടെ തലേ വർഷമാണ് സിസ്റ്റർ ഈ വലിയ ഒരു തീരുമാനമെടുത്ത് മിണ്ടാമഠത്തിലേക്ക് പോകുന്നത്. ഞങ്ങൾക്കെല്ലാവർക്കും ആ ഒരു പോക്ക് വളരെ ദുഃഖകരമായിരുന്നു. ഞങ്ങൾക്ക് മാത്രമല്ല, ബാച്ചുകാർക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും, സഭാംഗങ്ങൾക്കും വീട്ടുകാർക്കും എല്ലാവർക്കും ഒരു വേദനാജനകമായിരുന്നു. ആ സമയത്ത് സ്വന്തം അമ്മ വളരെ സീരിയസ് ആയിട്ട് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലായിരുന്നു. അന്ന് വീട്ടുകാരെല്ലാവരും അവിടെ അങ്കമാലി ഹോസ്പിറ്റലിൽ നിന്നാണ് സിസ്റ്ററിനെ ആക്കുവാൻ കുട്ടിയം മഠത്തിലേക്ക് യാത്രയായത്. അന്നേ ദിവസം അമ്മച്ചിയുടെ അടുക്കൽ ബൈസ്റ്റാൻഡറായിട്ട് നിന്നത് ഞാനായിരുന്നു. അമ്മച്ചിയുടെ ആ വേദനയും ചങ്കുപൊട്ടിയുള്ള കരച്ചിലും എല്ലാം ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ട്. അപ്പോഴും ദൈവത്തിൻ്റെ അടുക്ക് കൂടുതൽ സമയം ഇരിക്കണം, ദൈവത്തോട് മാത്രം ഒട്ടിച്ചേർന്നിരിക്കണം എന്നുള്ള വലിയൊരു ദാഹം സിസ്റ്ററിന് അന്നേ ഉണ്ടായിരുന്നു. അത് ഞാൻ പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടുണ്ട്, എന്നോട് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും ഈ പോക്ക് ഞങ്ങളെല്ലാവരെയും വളരെയധികം വേദനയിലാഴ്ത്തി. എന്നാൽ ഇന്ന് സിസ്റ്റർ അതിൻ്റേതായ ആ വലിയ സന്തോഷം അനുഭവിക്കുന്നത് കാണുവാൻ ഇടയാകുന്നതിന് തന്നെ വളരെ സന്തോഷമുണ്ട്. ഇതിനിടയിൽ ഞങ്ങളുടെ ജൂബിലി വർഷമായ 2000 ഞങ്ങൾ ഒരുമിച്ച് കൊട്ടിയം, അന്ന് സിസ്റ്ററായിരുന്ന കൊട്ടിയം കോൺവെൻറ്റിലേക്ക് യാത്ര തിരിച്ചു, ബാച്ചുകാരെല്ലാവരും മിസ്ട്രസ്സോടുകൂടി. പക്ഷെ ഞങ്ങൾക്കെല്ലാവർക്കും സിസ്റ്ററിനെ കണ്ടപ്പോൾ വളരെ സങ്കടവും കരച്ചിലുമായിരുന്നു. പക്ഷെ സിസ്റ്റർ മാത്രം കരഞ്ഞില്ല. വളരെ സന്തോഷത്തോടെ ഞാനിവിടെ ഈശോയുടെ സ്നേഹം അനുഭവിക്കുന്നു എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അതിൽ വലുതായിട്ട് വേറൊന്നുമില്ല എന്നും പറഞ്ഞു. ഇന്നും സിസ്റ്റർ ആ വലിയ സന്തോഷം അനുഭവിക്കുകയാണ്. വേറെ എന്തെല്ലാം PhD, ഡോക്ടറേറ്റ് എല്ലാം ഇതിൻ്റെ മുമ്പിൽ ഒന്നുമല്ല, വെറും സീറോയാണെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. എല്ലാറ്റിലുപരിയായിട്ട് ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തോട് കൂടിയായിരിക്കുന്ന ആ ഒരു വലിയ കാര്യം, അതിനെന്ത് വില കൊടുത്താലും ഇതിന് തുല്യമാകില്ല എന്നുള്ളത് എപ്പോഴും എന്നോട് ഷെയർ ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കുന്ന സിസ്റ്ററിനെ ഓർക്കുമ്പോൾ എനിക്ക് വളരെ അഭിമാനവും സന്തോഷവുമുണ്ട്. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് കത്തെഴുതിയ കാര്യം സിസ്റ്റർ പറഞ്ഞിരുന്നല്ലോ. എങ്ങനെയാണ് സിസ്റ്ററിന് മാർപ്പാപ്പയുമായിട്ട് വ്യക്തിപരമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നത്? മാർപ്പാപ്പ എനിക്ക് വലിയ കാര്യമായിരുന്നു. മാർപ്പാപ്പയെ നോക്കുമ്പോൾ ഞാൻ ഈ ദൈവത്തെ നോക്കുന്നത് പോലെയുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. ഞാൻ വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്കൊരു ജനറൽ ഓഡിയൻസ് കിട്ടിയായിരുന്നു. അപ്പം മാർപ്പാപ്പ ഇങ്ങനെ
ഈ ഓപ്പൺ വണ്ടിയിലിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു ഞങ്ങളുടെ ഇതിലൂടെയൊക്കെ വന്നപ്പോൾ ഞാനിങ്ങനെ കൈ എത്തിച്ച് പിടിച്ച് മാർപ്പാപ്പ ഇങ്ങനെ എല്ലാവരും ഇൽപ്പാപ്പ എന്ന് പറഞ്ഞ് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ഈ വിരൽ മാർപ്പാപ്പയുടെ കയ്യിലേക്ക് മാർപ്പാപ്പ കൈ ഇങ്ങോട്ട് തന്നു. വണ്ടിയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന നേരത്ത് കൈ ഇങ്ങ് തന്നപ്പോൾ ഞാൻ മാർപ്പാപ്പയുടെ വിരലയിൽ തൊട്ടു. അതാണ് ആദ്യത്തെ അനുഭവം. എനിക്ക് എന്തോ ഒരു ഭയങ്കര ഒരു ദൈവത്തെ തൊട്ടതുപോലുള്ളൊരു, അതുകൊണ്ട് എനിക്ക് മാർപ്പാപ്പയോട് പിന്നെ ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പോൾ ഞാൻ റൂമിലായിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പല ഫംഗ്ഷനിൽ ഞങ്ങൾ ഓഡിയൻസിനൊക്കെ ബുധനാഴ്ച തോറുമൊക്കെ ഞങ്ങൾ അവിടെ തന്നെ അടുത്താണ് ഞങ്ങളുടെ കോളേജും, അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് കാണാനൊക്കെ ഉള്ള സർവ്വസാധ്യത. അപ്പോൾ എല്ലാത്തിനും പോകുമായിരുന്നു, എല്ലാ ഫംഗ്ഷനും ക്യാനൈസേഷൻസൊക്കെ എന്ത് വന്നാലും ഞങ്ങളൊരു ഇത് കാണിച്ച്. അങ്ങനെ മാർപ്പാപ്പ മരിക്കുന്നത് അതിൻ്റെ ഒരാഴ്ച മുമ്പ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രൈവറ്റ് ഓഡിയൻസ് കിട്ടി. അങ്ങനെ അനുവാദം കിട്ടി ഞങ്ങളെല്ലാവരും പ്രൈവറ്റ് കുർബാനയ്ക്കായിട്ട്. അപ്പം മാർപ്പാപ്പ പറഞ്ഞായിരുന്നു ഏത് ഭാഷയിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷയിലൊക്കെ പാടാം, മലയാളത്തിൽ തന്നെ പാടി കുർബാനയൊക്കെ അതായിട്ട് ചെയ്യണം. മാർപ്പാപ്പ ഇംഗ്ലീഷിൽ കുർബാന ചൊല്ലി, ഞങ്ങൾ മലയാളത്തിലായിരുന്നു ഓശാന, നമ്മുടെ പഴയ ഓശാനയൊക്കെ ഞങ്ങൾ പാടി കുർബാനയൊക്കെ നല്ല ആഘോഷമായിട്ട് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പ്രൈവറ്റായിട്ട് ഓരോരുത്തരോട് സംസാരിക്കാനുള്ള ഒരു അവസരം തന്നത്. ഞങ്ങളെല്ലാവരും ഇങ്ങനെ വട്ടത്തിൽ നിന്നിട്ട് മാർപ്പാപ്പ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ട് ഇവിടെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ ശരിക്കും വർത്തമാനം ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ റോസറി തന്നു. അത് ശരിക്കും നമ്മുടെ ഉള്ളിലേക്ക് നോക്കുന്നത് പോലെയാണ് കണ്ണിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പം അങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ആരൊക്കെ ഉണ്ടെന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു എൻ്റെ അമ്മച്ചി മാത്രമേ ഉള്ളൂ, അപ്പച്ചൻ മരിച്ചു പോയ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അമ്മച്ചിയുടെ കാര്യമൊക്കെ ഇങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റോടു കൂടിയാണ്. ഒരു കൊന്ത എൻ്റെ കയ്യിൽ അമർത്തി പിടിച്ച് അതും എനിക്ക് തന്നു. ഇങ്ങനെ നല്ലൊരു അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ഞങ്ങൾ പിന്നീടും കണ്ടിന്യൂ ചെയ്യുമായിരുന്നു മാർപ്പാപ്പയായിട്ടുള്ള ബന്ധം. വന്നിട്ട് എഴുത്തുകളൊക്കെ മാർപ്പാപ്പയ്ക്ക് എഴുതുക, എല്ലാ വർഷവും നോവിസസിൻ്റെ വ്രതം വരുമ്പോഴൊക്കെ ഞങ്ങൾ എഴുതുമായിരുന്നു മാർപ്പാപ്പയ്ക്ക്. പിന്നെ മാർപ്പാപ്പ മറുപടിയും തരുമായിരുന്നു. മാത്രമല്ല മാർപ്പാപ്പയ്ക്ക് ഞാൻ ഈ ഒരു പോയിൻറ്റും ആ എഴുത്തിൽ കാണിച്ചായിരുന്നു, സീറോ മലബാർ സഭയ്ക്ക് ഇങ്ങനെ ഒരു ഇതില്ലാത്തതിൻ്റെ. അപ്പം മാർപ്പാപ്പ പ്രാർത്ഥിച്ചിട്ടും കൂടിയാണ് ഈ ഭവനം ഉണ്ടായതെന്ന് എനിക്ക് ഒരു ഇൻസ്പിറേഷൻ എപ്പോഴും കിട്ടാറുണ്ട്. മാർപ്പാപ്പയുടെ പ്രാർത്ഥന ഈ ഭവനത്തിന് പ്രത്യേകമായിട്ടുണ്ട്. മലയാറ്റൂർ മിണ്ടാമഠത്തിൻ്റെ തുടക്കത്തെക്കുറിച്ചൊന്ന് പറയാമോ? മലയാറ്റൂർ മിണ്ടാമഠം എന്ന് പറയുന്നത് ഞാൻ ചേർന്നത് കൊട്ടിയം കാർമലിലാണ്. കൊട്ടിയത്തെ ആദ്യത്തെ ഒരു കമാൻസി കഴിഞ്ഞ് ഞാൻ അവിടുന്ന് 3 മാസം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ 1 മാസമാണ് ആകെ അവിടെ നിന്നത്. കാരണം ചെന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. എന്നെ പലരും നിരുത്സാഹപ്പെടുത്തി എൻ്റെ എല്ലാത്തിൻ്റെയും ഓപ്പോസിറ്റായിട്ട് ഞാൻ അവിടെ എനിക്ക് കണ്ടത് എല്ലാം അവരുടെ ലളിതമായ ജീവിതം എല്ലാം എനിക്ക് ഭയങ്കര ഹരമായിരുന്നു കാണുന്നത് തന്നെ. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു സ്വപ്നം, ഞാൻ ഇപ്പോഴും ഇവിടെ തന്നെ വന്നിരിക്കുകയാണോ അതോ ഞാൻ സ്വപ്നത്തിലാണോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അത്രയ്ക്ക് എനിക്ക് ഭയങ്കര അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുക പോലും ഇങ്ങനൊരു സംഭവത്തിൽ എത്തിച്ചേർന്നല്ലോ എന്നുള്ള ആ ഒരു റിയാലിറ്റി തന്നെയാണോ എന്ന് ഞാൻ പല പ്രാവശ്യം എന്നോട് തന്നെ ചോദിക്കുമായിരുന്നു. അത്രയ്ക്ക് എനിക്കിഷ്ടമായിരുന്നു. പിന്നെ ഞാനത് പറഞ്ഞു ഇനി ഒത്തിരി 3 മാസത്തേക്കൊന്നും നീട്ടിക്കൊണ്ട് പോകണ്ട, എനിക്ക് ഓൾറെഡി എല്ലാം ഇഷ്ടപ്പെട്ടു, പിന്നെ ഇനി ഉള്ള വേഗം ഇതിൻ്റെ അടുത്ത പ്രോസസ്സിലേക്ക് കിടക്കണം എന്നുള്ള കാര്യം ഞാൻ മദറിനോട് പറഞ്ഞു. അങ്ങനെ അധികം താമസിയാണ്ട് തന്നെ ഒരു 30 ദിവസമോ 32 ദിവസം കണ്ടാകെ നിന്നുള്ളൂ. അങ്ങനെ ഞാൻ തിരിച്ച് വേഗം വന്ന് തിരിച്ച് വീണ്ടും പോയി ചേർന്ന് ഒരാഴ്ചത്തെ ധ്യാനത്തോടുകൂടെ ഞങ്ങൾ എനിക്ക് പോസ്റ്റലൻസിയും നോവിഷ്യറ്റൊന്നും ആവശ്യമില്ലായിരുന്നു. കാരണം ഞാൻ സീനിയർ സിസ്റ്റർ ആയതുകൊണ്ട് സോളം പ്രൊഫഷൻ ചെയ്താൽ മതി. അതൊരു 4 കൊല്ലത്തെ 2 കൊല്ലം കമ്മ്യൂണിറ്റി എക്സ്പീരിയൻസ് ഇൻ ദ നോവിഷ്യേറ്റ് ആൻഡ് 2 കൊല്ലം എക്സ്പീരിയൻസ് ഇൻ ദ കമ്മ്യൂണിറ്റി. അങ്ങനെ 4 വർഷത്തെ പ്രൊബേഷണറി പീരീഡോടുകൂടെ എൻ്റെ അവിടുത്തെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ സോളം പ്രൊഫഷൻ 2002 മെയ് 22-ാം തീയതി ഞാൻ സോളം പ്രൊഫഷനും അവിടെ വെച്ച് നടത്തി. അങ്ങനെ ഞാൻ ഇരിക്കുന്ന ആ വർഷം തന്നെ 2002-ൽ അവിടുത്തെ പ്രോവിൻസിലെ കൊട്ടിയം അച്ഛന്മാരുടെ പ്രോവിൻസിലെ അച്ഛന്മാർ ഒരു എഴുത്ത് വിട്ടായിരുന്നു, ഇങ്ങനെ ട്രിവാൻഡ്രത്തൊരു കാർമൽ തുടങ്ങാനായിട്ട് നമുക്ക് താല്പര്യമുണ്ട്. അപ്പോൾ ആരും അതിന് ഇഷ്ടപ്പെടുന്ന എന്നതായിട്ടുള്ളൊരു അന്തരീക്ഷം കൊടുത്തില്ല, എല്ലാവർക്കും അവിടെ തന്നെ ആയിരിക്കാനായിരുന്നു താല്പര്യം. അപ്പോൾ എനിക്കും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സീറോ മലബാർ സഭയ്ക്ക് ഒരു മഠം തിരുവനന്തപുരത്ത് തുടങ്ങുന്ന കാര്യത്തെക്കുറിച്ച് ആരോ പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരു ഉണ്ടായിരുന്നു മുൻകൂട്ടി തന്നെ അപ്പോൾ അടുത്തത് സീറോ മലബാർ സഭയുടെ അല്ലത് ലത്തീൻ സഭയിൽ ആ സഭയിൽ തന്നെ ഒരെണ്ണം തുടങ്ങാനായിട്ടാണല്ലോ. ഞാനടുത്ത് എന്തായാലും ഞാനതിന് തൽക്കാലം പോകുന്നില്ലെന്നുള്ള രീതിയിൽ ഞാൻ ഉറച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഒരു ദിവസം എനിക്ക് അപ്പോൾ ഇത് ചോദിച്ചത് ഒരു ഒക്ടോബറിലായിരുന്നു, 2002 ഒക്ടോബറിലാണ്. പിറ്റേ കൊല്ലം മാർച്ചായിട്ടും ആരും അതിനൊരു ഉത്തരം കൊടുക്കുന്നില്ല. എപ്പോഴും അച്ഛൻ വന്ന് ചോദിക്കും സിസ്റ്റേഴ്സിൻ്റെയൊക്കെ സമ്മതം എങ്ങനെയാണ്, പക്ഷെ ആരും ഉത്തരം. പക്ഷെ അവസാനം ആരും പറയാതെ ഞാനും ഓർത്ത് ഞാനും അങ്ങനെ പോകാനായിട്ടുള്ളതില്ലല്ലോ എന്നുള്ള രീതിയിൽ ഇരുന്നപ്പോഴാണ് ഒരു സ്വപ്നത്തിലൂടെ കർത്താവ് എന്നോട് പറയുന്നത്, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഫൗണ്ടേഷൻ തന്നെയാണ്, നിങ്ങൾ അതിന് സമ്മതം കൊടുക്കണം, ദൈവത്തിൻ്റെ ഇഷ്ടം തന്നെയാണ് അതിന് പോകാനായിട്ടെന്നുള്ളത് ഞാൻ സ്വപ്നം കണ്ടതാണത്. സ്വപ്നം കണ്ടത് ഇങ്ങനെയാണ്, ഞാൻ റെഫക്ടറിൽ ഇങ്ങനെ ഇരിക്കുമ്പം ഈശോ എൻ്റെ അടുത്ത് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അത്
ഞാൻ ആഗ്രഹിക്കുന്നത് തന്നെയാണ്. അതിന് നീ നമ്മൾ സമ്മതം കൊടുക്കണം എന്നുള്ളത്. എന്നോട് പോണ കാര്യമൊന്നും ദൈവം പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയില്ല. ഒരെണ്ണം ഉണ്ടാകണം. അപ്പം ഞാനത് ചെന്ന് മദറിനോട് പറഞ്ഞു. എന്തായാലും ഇതുവരെയായിട്ട് നമ്മൾ ആരും ഒരു ഉത്തരം അച്ഛന് കൊടുത്തിട്ടില്ല, പക്ഷെ ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ മദറിനോട് പറഞ്ഞു. ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ട് എങ്ങനെയായാലും അത് പോകുന്നതാണ് ദൈവത്തിന് ഇഷ്ടം എന്ന് പറഞ്ഞു. അത് കേട്ടുകൂടി മദറിനും ഭയങ്കര സന്തോഷം. ആരും ഇതുവരെ ഒരു പോസിറ്റീവായിട്ട് മദറിൻ്റെ അടുത്ത് അത് പറഞ്ഞില്ലായിരുന്നു. അങ്ങനെ മദർ പിന്നെ അതിനെ തുറന്ന് ഞാൻ പറഞ്ഞു, എന്തായാലും ഞാൻ വരുന്നില്ല, പക്ഷെ ഒരു മഠം അവിടെ ഉണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള എഴുത്തുകുത്തുകളൊക്കെ ഞാൻ നടത്തിക്കോളാം. എന്തെങ്കിലും എഴുത്തുകളൊക്കെ അതിനൊക്കെ അയക്കാനായിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യാമെന്നു. അങ്ങനെ അതിനങ്ങോട്ട് പതുക്കെ അങ്ങനെ ഒരു പ്രോസസ്സായി മാറി. അങ്ങനെ വോട്ടിങ് നടത്തി കഴിഞ്ഞപ്പോൾ അത് ആയിട്ട് വന്നു. അങ്ങനെ അത് മഠം തുടങ്ങാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ഞാൻ എഴുത്തുകളൊക്കെ എഴുതി കൊടുക്കുന്നുണ്ടെങ്കിലും ഞാൻ പോകുന്നുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നെ ഗ്രാജുവലി അവരെന്നെ അതിൻ്റെ വൈഗ്രസ്സായിട്ട് തിരഞ്ഞെടുത്തു, അവിടെ പോകാനും അവിടെ പോയി പണിയിക്കാനൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ പിന്നെ പതുക്കെ ഞാനും അതിലേക്ക് അങ്ങോട്ടൊരു ഇൻട്രസ്റ്റ് എനിക്കങ്ങ് ദൈവം ആക്കി തന്നതാണ്. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ആ ഒരു മഠം ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു മഠം ഉണ്ടാകാനായിട്ടുള്ളത്. കാരണം വർക്കി പിതാവ് ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാകാൻ വേണ്ടി ഞാൻ ചേർന്നപ്പോൾ തൊട്ട് എന്നോടും ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനാ അങ്ങോട്ട് പോകുന്നത്, ഇവിടെ ചേർന്നാൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പിതാവേ, എനിക്ക് അതല്ല എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു മഠം സ്ഥാപിക്കാനൊന്നുമല്ല, എവിടെയെങ്കിലും ഒരു മിണ്ടാമഠത്തിൽ ജീവിക്കാനായിട്ടുള്ളൊരു ഇതാണ് ദൈവം എന്നോട് ആഗ്രഹിക്കുന്നത്. അല്ലാതെ എനിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഞാൻ കൊട്ടിയത്തൊക്കെ വന്നത്. ഞാൻ ഈ ഒരു 2006 അപ്പോൾ മഠം സ്ഥാപിക്കപ്പെട്ടു തിരുവനന്തപുരത്ത്. അപ്പോൾ അവിടെ ഞങ്ങൾ ഉടനെ തന്നെ ആദ്യത്തെ വർഷം തന്നെ നമുക്ക് 4 കാൻഡിഡേറ്റ്സിനെ കിട്ടി. സാധാരണ മിണ്ടാമഠത്തിലേക്ക് ഒരാൾ, പിന്നെ ഒരു 2-3-4 കൊല്ലം കഴിയുമ്പോൾ ഒരാൾ, അങ്ങനെയൊക്കെയാണ് സാധാരണ കിട്ടാറ്. പക്ഷേ ആ ഫൗണ്ടേഷൻ തുടങ്ങിയ ആദ്യത്തെ കൊല്ലം തന്നെ 4 പേരും ഒരേ കാലഘട്ടത്തിൽ തന്നെ, ഒരു മാസത്തിനുള്ളിൽ തന്നെ. അപ്പോൾ അവരുടെ ഫോർമേഷനിലെ ചാർജായിരുന്നു എനിക്ക് വെച്ചിരുന്നത്. അപ്പോൾ ഞാനങ്ങനെ ചെയ്തുകൊണ്ട് അങ്ങനെ പിറ്റേ വർഷം 2005 ആ മഠം തുടങ്ങുന്നത്. ഇത് 2006 ഒക്ടോബർ 15 ഒരു സമയത്ത് എനിക്ക് കുർബാന സ്വീകരണം കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഈ ദൈവം ഇങ്ങനെ കൊണ്ടുവരണം, ഇതുപോലെയുള്ളൊരു മഠം സീറോ മലബാർ സഭയ്ക്കും ഞാൻ സ്ഥാപിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അമ്മ ത്രേസ്യ പുണ്യവതിയിലൂടെയാണ്. എനിക്ക് അമ്മ ത്രേസ്യ പുണ്യവതിയുടെ ഒരു ആഗ്രഹം പോലെ ഈശോ എന്നിലേക്ക് പറഞ്ഞു തരാം. അപ്പം ഞാനിതിങ്ങനെ ഓർത്ത്, പിശാച് തട്ടിക്കുന്ന വഴികൾ ഓരോ കണ്ടില്ലേ. ഇപ്പോൾ ഒരു മഠം തുടങ്ങി അവിടെ സെറ്റിലായിട്ട് പോലുമില്ല, 1.5 കൊല്ലമായിട്ടുള്ളൂ. അവിടെ ഇനി ഒത്തിരി പണി നടക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ തോന്നിക്കുന്നത് എന്തായാലും ഒരു തട്ടിപ്പ് തന്നെയായിരിക്കും. ഞാൻ ഇങ്ങനെ വിചാരിച്ച് അതിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല. പക്ഷേ രാത്രി കിടക്കാൻ നേരത്തെ എൻ്റെ മനസ്സിലേക്ക് പിന്നെയും വന്നപ്പോൾ ഒന്ന് ബൈബിൾ തുറന്ന് ഒന്ന് നോക്കാം, ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു സന്ദേശം നമുക്കതിനകത്ത് നിന്ന് എന്തെങ്കിലും. പതിവ് എനിക്കങ്ങനെ സമയമൊന്നും കിട്ടാറില്ല. പക്ഷെ അന്ന് ദൈവത്തിൻ്റെ എന്തോ പ്രത്യേക പരിപാലനമുണ്ട്. ഞാനൊരു കുറച്ച് നേരം കൂടുതൽ അന്ന് ഈ ബൈബിളും വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ അതിനകത്തൊരു 5-8 ദൈവവചനം എൻ്റെ മനസ്സിലേക്ക് ദൈവം ഇങ്ങനെ തുറക്കുമ്പോൾ അങ്ങനെ തന്നു. അപ്പം അതെല്ലാം ഞാനിങ്ങനെ കുറിച്ചിടുമായിരുന്നു. വെറുതെ ഒരു കടലാസിൽ ഞാനിങ്ങനെ എനിക്ക് 1-2 ഇങ്ങനെ വായിച്ച് വന്നപ്പോൾ നല്ലൊരു ഇൻസ്പിറേഷൻ. കാരണം ഞാൻ ഒരിക്കലും കാണാത്തതും കേൾക്കാത്തതുള്ള വചനത്തിലൂടെ ദൈവം ഇതിന് സപ്പോർട്ട് ചെയ്യുന്നത് പോലെയുള്ളൊരു ചിന്ത. അപ്പോൾ എനിക്കൊരു കുറച്ചും കൂടി ഒരു ക്യൂരിയോസിറ്റി ആയി ഒന്നും കൂടി. പിന്നെ അങ്ങനെ ഞാനൊരു 8 വാചകമെങ്കിലും എടുത്തു, 8-9 ഞാൻ എടുത്തപ്പോൾ അതിനകത്തെല്ലാം ഇങ്ങനെ മഠം സ്ഥാപിക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ടുള്ള വചനങ്ങളും എനിക്ക് നല്ല ഇൻസ്പിറേഷൻസ് അതിലൂടെ അങ്ങനെ. അപ്പം ഞാനിങ്ങനെ ഓർത്തു, ഷാജിനും അങ്ങനെയൊക്കെ എന്നെ ഇളക്കാനായിട്ട് വചനത്തിലൂടെ അവൻ അങ്ങനെ ചെയ്യാനും തടസ്സം. ഞാനങ്ങനെ പിന്നെ അങ്ങനെ ഉറങ്ങുകയും ചെയ്തു. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോഴൊക്കെ ഈ ചിന്ത ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ 3-4 ദിവസം കഴിഞ്ഞിട്ടും ഈ ചിന്ത എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഇത് ആരോടെങ്കിലും ഒന്ന് പറയണം എന്നുള്ളത്. അപ്പോൾ എനിക്കങ്ങനെ തോന്നി, ഞാനെന്തിനത് തലയിൽ വെച്ചുകൊണ്ട് എൻ്റെ ഈ ബുദ്ധിമുട്ടൊന്നും തന്നെ മദർ തന്നെ അത് തീരുമാനം എടുക്കട്ടെ. മദർ തീരുമാനം എടുത്തോന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് തമാശ പോലെ അങ്ങോട്ട് വായിക്കാൻ തുടങ്ങി. വായിച്ചു കഴിഞ്ഞപ്പോൾ മദറിനും എന്തോ പോലെ തോന്നി, ഇതിനകത്ത് എന്തോ ഒരു ഉള്ളതുപോലെ. കാരണം വചനം അതുപോലെയാണ് നമുക്ക് തോന്നിച്ചത്. അപ്പം മദറിനെ സ്പർശിച്ചു. മദർ പറഞ്ഞു, അതിന് നമ്മളിപ്പോൾ എന്തുട്ടാ ചെയ്യേണ്ടേ? പിതാവ് അങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ അങ്ങനെ ഓരോരുത്തരെയൊക്കെ അയച്ച് അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, അതിന് നമ്മളിതിനകത്ത് ഇൻവോൾവ് ചെയ്യേണ്ട ആവശ്യം കൊണ്ട് നമ്മളൊന്നും ഇൻവോൾവ് ചെയ്യേണ്ടത് പിതാവ് തന്നെ ചെയ്താൽ മതി. പക്ഷേ അന്നൊക്കെ അവരങ്ങനെ ചെയ്ത കാര്യങ്ങളൊന്നും വേണ്ട രീതിയിൽ നടന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ നാളെ കേട്ടല്ലോ. പിന്നെ അതുകൊണ്ട് അങ്ങനെ അപ്പോൾ എന്നാൽ ഒന്ന് പിതാവിനോട് ചോദിക്കുക. പിതാവിന് നേരിട്ട് സംസാരിച്ചിട്ട് 1.5 മണിക്കൂറോളം ഫോണിൽ കൂടെ പിതാവുമായിട്ട് സംസാരിച്ചു. ഞങ്ങൾക്ക് കോഡ്ലെസ് ഫോണുണ്ട്. മദർ കോഡ്ലെസ് ഫോണും പിടിച്ച് ഞാൻ സംസാരിച്ചു. അപ്പോൾ എല്ലാം പിതാവ് പറഞ്ഞതൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ മദറും കേട്ടു, മനസ്സിലാക്കി. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തെങ്കിലും ആരും അതൊന്നും നടന്നില്ല. ഇനിയിപ്പോൾ ഇത്രയും പ്രായമായല്ലോ എനിക്ക്, ഇനിയിപ്പം ഞാനിതിനകത്തൊന്നും വലുതായിട്ട് ചെയ്യാനൊന്നും എനിക്ക് ആരോഗ്യമൊന്നുമില്ല. അപ്പോൾ പിതാവ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ജോൺസി എന്തെങ്കിലും ചെയ്തു, ഞാൻ അതിനി ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല. നമ്മൾ പിതാവ് ഇങ്ങനെ വിഷമമായിട്ട്
ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം പിതാവേ, എന്തായാലും ദൈവം ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ടെടുത്ത് തോന്നാണ്. ഞാൻ വേണമെങ്കിൽ കുറച്ച് എഴുത്തുകൾ എഴുതാം ഇതിന് വേണ്ടിയിട്ട്. ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോൾ എഴുതിയ പോലെയുള്ള എഴുത്തുകളുടെ ഒരു സ്റ്റൈൽ എനിക്കറിയാലോ, എങ്ങനെയൊക്കെ എഴുതേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എഴുതി, പക്ഷേ പിതാവിന് മറുപടി, അവരെ അയക്കേണ്ട മറുപടി പിതാവിനെ അയക്കണം എന്നുള്ള രീതിയിൽ ഞാൻ എഴുതുള്ളൂ. കാരണം എനിക്കൊന്നും ചെയ്യാനായിട്ട് അറിയാനും പാടില്ല, പിന്നെ എനിക്ക് താല്പര്യമില്ല സീറോ മലബാർ സഭയിലേക്ക് പോകാനും. കാരണം ഞാൻ അവിടെ ആ ഒരു മഠത്തിൽ അതിൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് വന്ന് ആ സിസ്റ്റേഴ്സിനെയൊക്കെ ഒന്ന് ഫോം ചെയ്ത്, ആ മഠത്തിന് കൃത്യം മെമ്പേഴ്സേ ഉള്ളൂ. ഒരു മഠം തുടങ്ങാനുള്ള മെമ്പേഴ്സിനെയും കൊണ്ടാണ് ഞങ്ങൾ പോയത്. അവിടെയൊന്നും വളർന്നിട്ട് പോലുമില്ല. അപ്പം ഞാൻ ഒട്ടും താല്പര്യം. പിതാവ് പറഞ്ഞു, അതെന്തായാലും പറ്റുകയില്ല, സിസ്റ്റർ ജോൺസിയുടെ പേര് അവിടെ അങ്ങ് വയ്ക്കാതെ എഴുത്തെഴുതാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇപ്പോൾ എഴുത്തെഴുതാനായിട്ട് തന്നെ ഒത്തിരി നാളെടുത്തു. ബെനഡിക്റ്റ് മാർപ്പാപ്പയ്ക്ക് എഴുതി, പിന്നെ ഓറിയൻ്റൽ കോൺഗ്രിഗേഷനും ഒരെഴുത്തെഴുതി, പിന്നെ ഞങ്ങളുടെ ജനറാളച്ചൻ OCD ജനറൽ റൂമിലുള്ള അദ്ദേഹത്തിന് എഴുതി, പിന്നെ നുൻഷ്യോയ്ക്കും ഒരെഴുത്തെഴുതി. അങ്ങനെ ഇവർക്കൊക്കെ എഴുത്തെഴുതിയിട്ട് എല്ലാ എഴുത്തുകളും പിതാവിനെ വായിച്ച് കേൾപ്പിച്ചു. ഇങ്ങനെയൊക്കെ മതിയോ? അപ്പോൾ പിതാവും ചിലതൊക്കെ ഇടയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് അതൊക്കെ ഞാൻ കൂട്ടിച്ചേർത്ത് അങ്ങനെ ഒരു രീതിയിലാണ് ഈ മഠം ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ എഴുതി, അത് കഴിഞ്ഞ് ഉത്തരം കിട്ടി. അങ്ങനെ 2007 ഡിസംബർ 23 എന്നെ വിളിച്ചറിയിക്കുകയാണ് ആ ഒരു തീരുമാനമായി. അതിനിടയ്ക്ക് ജൂണിൽ എഴുതിയിട്ട് പറഞ്ഞ് ഞങ്ങളൊരു വൈഡർ കൺസൾട്ടേഷൻ ആവശ്യമുണ്ട് ഇതിനെന്നും പറഞ്ഞ്. പിന്നെ അപ്പോൾ ഞാൻ എഴുതിയ എഴുത്തുകളൊക്കെ മാർപ്പാപ്പ അത് അങ്ങോട്ടേക്ക് ഫോർവേഡ് ചെയ്തു, ഓറിയൻ്റൽ കോൺഗ്രിഗേഷനിലേക്ക് ഇങ്ങനെ അനുവദിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിൽ. അങ്ങനെ അവരെല്ലാവരും പ്രൊവിൻഷ്യൽസും ഒക്കെ, നാട്ടിലെ പ്രൊവിൻഷ്യൽസും ഒക്കെ തീരുമാനത്തിലൊക്കെ ആയപ്പോൾ എല്ലാവരും മാർപ്പാപ്പ അല്ല നമ്മുടെ വർക്കി പിതാവിന് അതിൻ്റെ ഒരു ലെറ്റർ ഫാക്സ് വഴി വന്നു, ഇങ്ങനെയാണ് ഞങ്ങൾ തീരുമാനിച്ചേക്കണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഉടനെ തന്നെ പിന്നത്തെ മെയിൽ 2008 മെയിൽ തന്നെ ഇവിടെ വന്ന് ഞങ്ങൾ തന്നെ വന്ന് സ്ഥലമൊക്കെ കണ്ടു നോക്കി. മെയിൽ പിന്നെ ജൂൺ ഒക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഇവിടുത്തെ പണിയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ തുടങ്ങി. പിതാവ് ഇടയൻതറത്ത് പിതാവിനെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് അതിൻ്റെ മോഡലൊക്കെ ഉണ്ടാക്കി. അങ്ങനെയാണ് ഈ മഠത്തിൻ്റെ ആരംഭം കുറിക്കുന്നത്. അങ്ങനെ 2008 ഓഗസ്റ്റ് 9 ഈഡിസ് സ്റ്റെയിൻ്റെ ഫീസ്റ്റിന്, വിശുദ്ധ ഈഡിസ് സ്റ്റെയിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകുമായിരിക്കും. ഈഡിസ് സ്റ്റെയിൻ്റെ ഫീസ്റ്റിന് അന്നാണ് ഇതിൻ്റെ കല്ലിടുന്നതും. പിന്നെ 2009 ഫെബ്രുവരി 21 ഇതിൻ്റെ ഇനാഗുറേഷൻ നടക്കുന്നതും. 2010 ജൂലൈ 16 കാനോനിക്കലി ഇറക്ഷൻ നടന്നത്. അങ്ങനെയാണ് ഈ മഠത്തിൻ്റെ സ്ഥാപനം. 1891 ബ്രൈസോയിൽ ജനിച്ച വിശുദ്ധ ഈഡിറ്റ് സ്റ്റെയിൻ്റെ ചെറുപ്പത്തിൽ തന്നെ പിതാവ് മരിച്ചു. യഹൂദ പാരമ്പര്യത്തിൻ്റെ നിഷ്കർഷയോടുകൂടി അമ്മ വളർത്തിയെങ്കിലും യുവത്വത്തിൻ്റെ കാലഘട്ടത്തിൽ നിരീശ്വര പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങി. ഫ്രെയിൻബർഗ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും തത്വശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയതോടുകൂടി ദൈവീകമായ ചിന്തയിലേക്ക് വീണ്ടും ഇവൾ കടന്നുവന്നു. ചെറുപ്പത്തിൽ തന്നെ സത്യാന്വേഷിയായിരുന്ന ഈ വിശുദ്ധ വിശ്വാസികളായ സഹപ്രവർത്തകരുടെ സൗഹൃദം വഴിയും വിശുദ്ധ അമ്മ ത്രേസ്യയുടെ ജീവചരിത്രം വായിച്ചും തൻ്റെ 30ാമത്തെ വയസ്സിൽ മാനസാന്തരപ്പെട്ട് കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കുവാനിടയായി. പിന്നീട് 42ാം വയസ്സിൽ ജർമ്മനിയിലെ കൊളോണിലുള്ള മിണ്ടാമഠത്തിൽ ചേർന്ന് തെരേസ ബെനഡിക്റ്റ ഓഫ് ദ ക്രോസ് എന്ന പേര് സ്വീകരിച്ച് കർമ്മലീത്ത കോൺവെന്റിൽ അംഗമായി. ഹിറ്റ്ലർ ചക്രവർത്തിയുടെ കാലത്ത് യഹൂദ വംശജയായതിൻ്റെ പേരിൽ ഈഡിറ്റ് സ്റ്റെയിനെ അറസ്റ്റ് ചെയ്ത് കോൺസെൻട്രേഷൻ ക്യാമ്പിലാക്കി പലവിധ പീഡനങ്ങൾക്കിരയാക്കി. എങ്കിലും ഈ പീഡനങ്ങളെയെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ച് ഇവൾ രക്തസാക്ഷിയായി. 1999 വിശുദ്ധ ജോൺ പോൾ പാപ്പ ഇവളെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. അനേക വിശുദ്ധരെ സംഭാവന ചെയ്ത ഈ സന്യാസ സമൂഹം ലോകത്തിനു മുമ്പിൽ അത്ഭുതത്തിന്റെ അടയാളമായി മാറുന്നു. ഇറ്റലിയിലെ റെയ്റ്റി പ്രൊവിൻസിൽ 200 വർഷം മുൻപ് അടയ്ക്കപ്പെട്ട മിണ്ടാമഠം പിൽക്കാലത്ത് തുറന്നു പരിശോധിച്ചപ്പോൾ 7 സിസ്റ്റേഴ്സിന്റെ അഴുകാത്ത ശരീരങ്ങൾ കാണപ്പെടുകയുണ്ടായി. വിശുദ്ധിയുടെ വിളനിലമായി തീരുന്നിടത്ത് അത്ഭുതത്തിന്റെ ഇത്തരം കാഴ്ചകൾ നമുക്ക് ദർശിക്കാം. വിശുദ്ധാത്മാക്കളുടെ തിരുശേഷിപ്പുകൾ സൂക്ഷിക്കപ്പെട്ട മലയാറ്റൂരിലെ ദേവാലയവും വിശുദ്ധിയുടെ പരിമളം പരത്തുന്ന ഒരിടം കൂടിയാണ്. കർമ്മലീത്ത സഭയിലെ വിശുദ്ധരെ ഓർമ്മിക്കുവാനും അവരോട് പ്രാർത്ഥിക്കുവാനും
നമുക്കവസരം നൽകുന്ന ഈ ദേവാലയവും പുണ്യത്തിൽ വളരാൻ നമ്മെ സഹായിക്കാം. ഞങ്ങൾ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അഭിവന്യ കാർഡിനൽ വർക്കി വിജയത്തിൽ പിതാവിൻ്റെ കാലത്താണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പറഞ്ഞാൽ സീറോ മലബാർ സഭയിൽ ഒരു ക്ലോയിസ്റ്റേഡ് കോൺവെൻറ്റ് തുടങ്ങണമെന്ന് പിതാവ് ആഗ്രഹം പറഞ്ഞത്. മിണ്ടാമടമെന്നാണ് മലയാളത്തിൽ എന്ന് പറയുക. ആവൃത്തിക്കുള്ളിൽ ജീവിച്ചുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കുക എന്നുള്ളതാണ് ഈ കോൺഗ്രിഗേഷൻ്റെ, ഈ സമൂഹത്തിൻ്റെ പ്രത്യേകമായ ലക്ഷ്യം. ഒത്തിരിയേറെ ആളുകൾ ചോദിക്കുന്നുണ്ട്, സൗന്ദര്യവും കഴിവും പ്രാപ്തിയുമുള്ള ചെറുപ്പക്കാരികളായ സിസ്റ്റേഴ്സ് എന്തിനാണ് ഇങ്ങനെ ആവൃത്തിക്കുള്ളിൽ താമസിച്ചുകൊണ്ട് സാക്ഷ്യം നൽകുക എന്നുള്ള കാര്യം. വർക്കി പിതാവ് എന്നോട് പറഞ്ഞൊരു കാര്യം, ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു, സാമൂഹ്യ സേവന രംഗത്ത്, മറ്റു തലങ്ങളിൽ വൈദ്യശാസ്ത്രത്തിൻ്റെ, രോഗീ പരിചരണത്തിൻ്റെ, വിദ്യാഭ്യാസ മേഖലയിൽ ഒത്തിരി പേര് സേവനം ചെയ്യുന്നു. അവർക്കെല്ലാം പ്രാർത്ഥനയുടെ ഒരു ശക്തി പകരാനായിട്ട് ഒരു പ്രവാചക ദൗത്യമായിട്ടാണ് ഈ സന്യാസിനി സമൂഹം സീറോ മലബാർ സഭയിൽ സ്ഥാപിതമായിരിക്കുക. അവിടെ പോകുന്ന ആളുകൾ പറയുന്ന 3 കാര്യങ്ങൾ പ്രസക്തമാണ്. ഒന്നാമത്തെ കാര്യം അവിടെയുള്ള ശാന്തതയാണ്. തിളച്ചുമറിയുന്ന ജീവിതത്തിൽ അവിടെ ചെന്നിരുന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ തങ്ങളുടെ മനസ്സുകളിലേക്ക് ഒരാത്മാവിൻ്റെ ആനന്ദം കടന്നു വരുന്നതായിട്ട് ആളുകൾ മനസ്സിലാക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യം അവിടുത്തെ സിസ്റ്റേഴ്സിൻ്റെ പ്രാർത്ഥനയാണ്. ഇടവിട്ടുള്ള സമയങ്ങളിൽ ദേവാലയത്തിൽ ഒരുമിച്ച് വന്ന് അവർ പാട്ടുപാടി പ്രാർത്ഥിക്കുന്നത് കർണാനന്ദകരമായ ഒരു കാര്യമാണ്. മൂന്നാമത്തെ ഒരു കാര്യം, എന്തെങ്കിലും പ്രശ്നങ്ങളുമായിട്ട് ചെല്ലുന്നവർക്ക് സിസ്റ്റേഴ്സിനെ നേരിൽ കണ്ട് സംസാരിക്കുവാനുള്ള അവസരവും അവിടെയുണ്ട്. ഈ സ്ഥാപനവുമായിട്ട് ആരംഭത്തിൽ തൊട്ട് ഞാൻ ബന്ധപ്പെട്ടിരുന്നത് കൊണ്ട് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം ഇത് കാണുന്നവരെ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലോകം മുഴുവൻ വളരെ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ദൈവത്തെ നിതാന്തമായ പ്രാർത്ഥനയിലൂടെ അന്വേഷിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾക്കുള്ള വലിയൊരു സങ്കേതമാണിത്. മനോഹരമായൊരു സ്ഥലമാണിത്. കർത്താവിൻ്റെ അസ്തമിക്കാത്ത സ്നേഹം അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും അങ്ങോട്ട് സ്വാഗതം ചെയ്യുകയാണ്. കടന്നുപോയ പിതാവിൻ്റെ പാവനമായ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാജ്ഞങ്ങൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം തുടങ്ങിയതായ വിതച്ച വിത്ത് നന്നായിട്ട് പൊട്ടിമുളച്ച് 100 മേനി ഫലം പുറപ്പെടുവിക്കുന്നത് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.